അർജന്റായിട്ടുള്ള ഓർഡറും കാര്യങ്ങളും ഒന്നല്ല. മുന്നേ തന്നിട്ടുണ്ടായ ഒരു ഓർഡറാണ്. പക്ഷെ നമ്മളെ ഈ ഓട്ടപ്പാച്ചില് എപ്പളും ആ ഒരു ടൈമിങ്ങിനല്ലേ നമ്മള് എല്ലാം ചെയ്യാറുള്ളത്. അതെന്റെ രക്തത്തിൽ കലർന്നിട്ടുള്ളതാണ്. അതെന്തായാലും മാറ്റാൻ പറ്റില്ല ട്ടാ. അപ്പം അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടായത് ചെറിയൊരു വ്ളോഗായിട്ടാണ് ട്ടാ. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അതൊന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷെ അതിൽ ഫസ്റ്റ് ഉള്ളിയിടേണ്ടത് ലാസ്റ്റ് ഇട്ട് പോയി. എന്താ പറയാ, ഇതിലിപ്പം മൈദപ്പൊടി, ഉള്ളി, ക്യാരറ്റ്, കുറച്ച് മിൽക്ക്, പിന്നെ നമ്മൾ കുറച്ച് ചീസ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായത് കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ റോളെല്ലാം ചെയ്യുന്നത് പോലെ സെയിം പാറ്റേണിലാണ് ഇത് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ എല്ലാം പൊരിച്ചെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്. പക്ഷെ കുക്കിങ്ങിൽ വല്ല എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ട് അതിന്റെ കോലമായത് ഈ ഒരു രീതിക്കാണ് കേട്ടോ. എന്താ പറയാ, കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ടായിന്. പക്ഷെ ടേസ്റ്റ് വൈസ് അടിപൊളിയായിട്ടുണ്ടായിന്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു സ്കേർട്ട് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇന്നൊരു ഓർഡർ കൊടുക്കാനുള്ളത് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പം അത് ഇന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇന്ന് തന്നെ കൊടുക്കണം, എന്നാലേ അവരെ ഡേറ്റിന് അവർക്ക് അന്ന് എത്തത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ആ സ്കേർട്ടും കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം നമ്മളിത് കട്ടിങ് വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. കുറച്ച് തിരക്ക് മൂലം ഈ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോന്റെ അടുത്തതിൽ എന്നെ സമ്മതിക്കണമെന്ന് ഞാനേ പറയും. കാരണം ഞാനിത് സ്റ്റിച്ച് ചെയ്ത പാടന്നെയാണ് നേരെ സെൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായത്. ആകെ അത്ര മണിക്കൂർ കൊണ്ട് ഞാൻ ഇത് ചെയ്ത് തീർത്തിട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇതിന്റെ ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ലൈനിങ് നമ്മൾ എന്താ പറയാ, 2 പീസായിട്ടാണ് എടുത്തിട്ടുണ്ടായത്. ക്രേപ്പ് ലൈനിങ് ആണ് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അത് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളുടെ താഴെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അത് കുറച്ച് 1 ഇഞ്ച് വീതിക്കാണ് ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ലൈനിങ് എല്ലാം നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ ലൈനിങ് പോർഷനിൽ പാർട്ടിൽ ഇതേപോലെ ഒന്ന് പ്ലീറ്റ് ഇട്ടിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ വേസ്റ്റ് ഭാഗം എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു പ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അതിന് ചെയ്യാൻ വേണ്ടിക്ക് ചെറിയൊരു ടിപ്പുണ്ട്. നമ്മൾ നൂല് മുറിക്കുന്ന ചെറിയൊരു കത്രികയില്ലേ, ആ കത്രിക യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലോത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ മുറിക്കുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കത്രികന്റെ ഉൾഭാഗം ഒന്ന് ക്ലോത്തിന്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഒന്ന് ബാക്കോട്ടേക്ക് ട്വിസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യലാണ് കേട്ടോ. ഇത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിന്റെ ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പ്ലേറ്റിലും ഇട്ടതിന് ശേഷം നമ്മളെ വേസ്റ്റിന്റെ സൈസ് എത്രയാണോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മളെ മെയിൻ ക്ലോത്ത്, അത് ഷിഫോണിലാണ് വന്നിട്ടുണ്ടായത്. അത് ഇതേപോലെ തന്നെ നമ്മളെ ജോയിന്റ് എല്ലാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റാൻ കേട്ടോ. ലൈനിങ് പീസ് ആയാലും മെയിൻ ക്ലോത്ത് ആയാലും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പീസായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നല്ല ലെങ്തി ആയിട്ട് നിൽക്കലില്ലേ ആ ഒരു ഇത്, അല്ലാണ്ട് 2 ഭാഗം ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു സ്കേർട്ട് പോർഷൻ പോലെ ചെയ്യലില്ലേ, അതുപോലെ ഞാൻ ചെയ്യാറില്ല. അപ്പം നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ ഇതൊരു ഗാദസിങ് ഇടലാണ് കേട്ടോ. ഇതിപ്പം ഇടുന്നത് ഞാൻ നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് ചെറിയ ചെറിയ നോസ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പല രീതിയിലും ഞാൻ പ്ലീറ്റ് ഇടുന്നുണ്ട്. അതിന്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. എന്തെല്ലാം ടൈപ്പിലാണ് ഞാൻ ഈ ഒരു പ്ലീറ്റ് ഇടുന്നുണ്ട് എന്നുള്ള ഒരു വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഗ്യാദേഴ്സ് ഇട്ടതിന് ശേഷം അതിന്റെ ക്ലോത്തിന്റെ താഴെ ഭാഗത്ത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതും ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു മെയിൻ പാർട്ട് കിട്ടാനുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ പ്ലീറ്റിട്ട് വെച്ച ലൈനിങ് പാർട്ടും മെയിൻ ക്ലോത്തും ഒരുമിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വേസ്റ്റ് പാർട്ട് എന്തായാലും കറക്റ്റ് തന്നെയൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തുന്നയിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പിന്നെ തുന്നയിച്ചുകൊണ്ടിരിക്കേണ്ടി വരും നമ്മൾ ഈ ഒരു മെഷർമെന്റ് കറക്റ്റ് നോക്കിയിട്ടില്ലെങ്കിൽ. എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ഫ്രോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 5 ഇയേഴ്സ് ബേബിന്റെ ഒരു മെഷർമെന്റിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഈ ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത്. അതെല്ലാം അവിടെ മാറ്റി വെച്ചതിന് ശേഷം നെക്സ്റ്റ് പരിപാടി നമ്മുടെ സ്ലീവ് ആണ്. സ്ലീവ് വന്നിട്ടുണ്ടായത് ഒരു ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുണ്ടായത്. അതിന്റെ എൻഡ് ഭാഗത്ത് നമ്മൾ എന്താ പറയാ, എലാസ്റ്റിക് ആണ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന്റെ എൻഡ് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്യുക, ഒരു ഫോൾഡ് മാത്രം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. 2 സ്ലീവും അതുപോലെ തന്നെ ഒരു ഫോൾഡ് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റാൻ. അതിപ്പോൾ സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, എങ്കിലും ഞാനൊരു നീറ്റിന് വേണ്ടിക്ക് അത് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്താലും മതി ആ ഒരു എൻഡ് ഭാഗത്ത്. ഇനിയിപ്പം ബോഡി പാർട്ട് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അതിന് വേണ്ടിക്ക് നമ്മൾ ക്രൈപ്പ് ലൈനിങ് ഇതുപോലെ വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമ്മളെ മെയിൻ ക്ലോത്ത് ഇതേപോലെ ഒന്ന് സെറ്റ് ആക്കിയിട്ട്
പിൻ ചെയ്തിട്ട് മാറ്റാൻ. അപ്പം നമ്മൾ പിൻ ചെയ്യുന്നതിന് പകരം മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ചിങ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പം ഈ ഒരു രീതിക്കാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം ആ ഒരു രീതി തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായത്. പിന്നെന്താ പറയാ, പിന്നിന്റെ കാര്യത്തിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ പിന്നെ എവിടെയെങ്കിലായിട്ട് മിസ്സായി കുറഞ്ഞ് പോക്കാണ് കേട്ടോ. അത് എത്ര എടുത്തു വെച്ചാലും എനിക്ക് കിട്ടില്ല. അപ്പം ഇപ്രാവശ്യം നല്ല ക്വാളിറ്റിയിലെ പിൻ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നും കാര്യങ്ങളും സെറ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതും ഇതേപോലെ തന്നെ പിന്നെല്ലാക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മളെ നെക്ക് പോർഷൻ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റുക. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയുക, എക്സസ് ക്ലോത്തും കാര്യങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയ ശേഷം നെക്കിന് ഓരോരോ നോസ് ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം ബാക്കി വരുന്ന ക്ലോത്തും കാര്യങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നും എല്ലാം ഊരി മാറ്റും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, സൂചിൻ്റെ കുത്തിയിട്ട് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം എന്താ പറയുക, നമ്മൾ ഈ കോട്ടൺ ലൈനിങ് മുകളിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് കൂടി നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പതിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റുക കേട്ടോ. അപ്പം ഉൾഭാഗത്ത്, അതായത് മെയിൻ ക്ലോത്തിൻ്റെ മേലെ ഒരു സ്റ്റിച്ചിങ് ഒന്നും കാണാണ്ട് നമുക്ക് ചെയ്യാം. അടിപൊളി നീറ്റായിട്ട് തന്നെ. പിന്നെ വന്നിട്ടുണ്ടായത് നമ്മളെ ബാക്ക് പോർഷനിലും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുക. ക്രേപ്പ് ലൈനിങ്ങിൻ്റെ മേലെ നമ്മൾ മെയിൻ ക്ലോത്ത് വെക്കുക, അതിൻ്റെ മേലിൽ കോട്ടൺ ലൈനിങ് വെച്ചതിന് ശേഷം ബാക്കിലെ നെക്ക് ജസ്റ്റ് ഈ ഒരു അളവിൽ മാത്രമേ ഞാൻ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ജിപ്പ് ഹൈഡായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിക്ക് നമ്മളൊരു ചെറിയൊരു സൂത്രപ്പണി ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യലാണ്. അതിന് വേണ്ടിക്ക് കോട്ടൺ ലൈനിങ് നമ്മൾ മാറ്റി ഇതുപോലെ വെക്കുക. അതേപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ കോട്ടൺ ലൈനിങ്ങും, രണ്ട് കോട്ടൺ ലൈനിങ്ങും ഒരേപോലെ വരുന്ന രീതിക്ക്, മെയിൻ ക്ലോത്തും ഒരേപോലെ വരുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഹൈഡായിട്ടുള്ള ഭാഗം നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ക്രേപ്പ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് നമ്മൾ ആം ഹോളും നമ്മൾ ബോഡീൻ്റെ ആ ഒരു സൈഡ്, എന്താ പറയുക, സിബിൻ്റെ സൈഡ് എല്ലാം മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റുക. മെയിൻ ക്ലോത്തും ക്രേപ്പ് ലൈനിങ്ങും മാത്രം കേട്ടോ. കോട്ടൺ ലൈനിങ് അവിടെ നിന്ന് മാറ്റിയിട്ട് തിരിച്ചു വെക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് മൊത്തത്തിൽ ഇതേപോലെ ആം ഹോളും പിന്നെ എന്താ പറയുക, ഷേപ്പിൻ്റെ ഭാഗം, താഴ്ഭാഗം എല്ലാം മൊത്തത്തിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം തന്നെ ഈ മെയിൻ ക്ലോത്തും ക്രേപ്പ് ലൈനിങ്ങും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കട്ടിങ്ങിൽ വേറൊരു മാറ്റം ഉണ്ടായത് കൊണ്ടാണ് ഇത് ലാസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായത്. അതായത് നമ്മൾ മെയിൻ ക്ലോത്ത് നമ്മളൊരു വലിയൊരു പീസ് വെച്ചിട്ടല്ലേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത്. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ ലൈനിങ്ങിനനുസരിച്ചിട്ട് കട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു രീതി ചെയ്യുന്നത് കേട്ടോ. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കോട്ടൺ ലൈനിങ് ഒന്ന് മാറ്റി ബാക്കോട്ടേക്ക് പിടിക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലീവ് ഇതേപോലെ സെൻറ്ററിലേക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ജോയിൻറ്റിലേക്ക് ഒരു പിൻ ചെയ്തിട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന ഒരു ക്ലോത്ത് ഉണ്ടാവില്ലേ, അത് ഷോൾഡറിലേക്ക് നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു മാർക്ക് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ലീവ് നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു പ്ലീറ്റ് ആദ്യമേ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചിലപ്പം ചെറുതാവും വലുതാവും. അപ്പം ഇടയ്ക്കൊരു തുന്നയ്ക്കും അങ്ങനെ എന്തെല്ലോ ചെറിയ പരിപാടികളിൽ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പം ഈ ഒരു രീതിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയോ പ്ലീറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എൻഡിലെത്തുമ്പം നമുക്ക് ഒരു കുറവും വരില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് സ്ലീവ് ചെയ്ത് നോക്കട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ടാണ് ഇനി വന്നിട്ടുണ്ടായത്. നമ്മൾ ഈ സ്ലീവ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ മേലിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ് നമ്മൾ ആം ഹോളിൻ്റെ മേലിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്കൂടി ഈ ഒരു ക്ലോത്ത് വലിച്ചു പിടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ആം ഹോള് ഹൈഡായിട്ട് കാണും കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങെല്ലാം ഹൈഡായിട്ട് കാണും. വർക്ക് മെറ്റീരിയലെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് എന്തായാലും ചെയ്തോ. പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഓവർലോക്ക് മെഷീനും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്താൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഓരോരോ കട്ട്
ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് ഇതേപോലെ വലിച്ചിട്ട് എടുക്കേണ്ടത് കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടാനുള്ളത്. നമ്മൾ മൊത്തത്തിൽ ഹൈഡായിട്ട് കിട്ടും സ്ലീവ്. അപ്പം കുട്ടികൾക്ക് എല്ലാം കൊണ്ട് ഒന്ന് സേഫാണ്. എല്ലാ മെറ്റീരിയലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രോക്ക് എന്തായാലും ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ബാക്കിലൊരു ബോ കെട്ടാൻ വേണ്ടിക്ക് നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ 1 ഇഞ്ച് മേളിലേക്കൂടി ഇതേപോലെ ഒരു ടെക്കിൻ കയറ് എന്താ പറയലീന് അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് മാറ്റും കേട്ടോ. 2 സൈഡിലും കൂടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റും. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കലാണ് കേട്ടോ. അതായത് മെയിൻ ക്ലോത്ത് ആദ്യം ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുക, അതിനുശേഷം കോട്ടൺ ലൈനിങ്, പിന്നെ സ്ലീവ്. ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ഹൈഡായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായത് കേട്ടോ. മെയിൻ ക്ലോത്ത് നമ്മൾ എങ്ങനെയാണോ ഷേപ്പിംഗ് ചെയ്തത് അതുപോലെ തന്നെയാണ് സെപ്പറേറ്റ് ആയിട്ട് കോട്ടൺ ലൈനിങ്ങും ഷേപ്പ് ചെയ്തിട്ട് മാറ്റേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പരിപാടി ഉള്ളത് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ എലാസ്റ്റിക് വെക്കലാണ്. അതിന് വേണ്ടിക്ക് എലാസ്റ്റിക് നമുക്ക് എത്രയാണോ വിടുത്ത് വേണ്ടത് അത് പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തിട്ട് മാറ്റുക, 2 എലാസ്റ്റിക്കും. അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ ഉള്ളിലേക്ക് കൂടി ഈ ഒരു എലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിട്ടില്ലേ സ്ലീവിൻ്റെ എൻഡിൽ, അത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം എലാസ്റ്റിക് അതിൻ്റെ അകത്തേക്കായിട്ട് നമ്മൾ ഹൈഡായിട്ട് എലാസ്റ്റിക് സ്റ്റിച്ച് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിന് നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ എൻഡിൽ നമ്മളൊരു 1 ഫോൾഡായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായത് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ സ്ലോലി സ്റ്റിച്ചിങ് ചെയ്താലേ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റിൽ ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയാലേ കിട്ടും കേട്ടോ. അതിൽ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബോഡി പാർട്ടും മെയിൻ ക്ലോത്തും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതിനിപ്പം എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോട്ടൺ ലൈനിങ് എന്തായാലും മാറ്റിയിട്ട് വെക്കുക. അതായത് മേലോട്ടേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്തും 2 മെയിൻ ക്ലോത്തും വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ ലൈനിങ്ങും ക്രൈപ്പ് ലൈനിങ്ങും നമ്മൾ മെയിൻ ക്ലോത്തും ഇല്ലേ അത് രണ്ടും കൂടിയാണ് ബോഡി പാർട്ടിൻ്റെതും ബോട്ടം പാർട്ടിൻ്റെയും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റുന്നത് കേട്ടോ. മാറ്റിയ ശേഷം നമ്മൾക്ക് ഈ ഒരു രീതിക്ക് അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കോട്ടൺ ലൈനിങ് ഇതേപോലെ പ്ലേറ്റ് ഇട്ടിട്ട് മാറ്റുക. അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്ലേറ്റ് ഇട്ടിട്ട് മാറ്റിയതാണ് കേട്ടോ. ആ ഒരു കോട്ടൺ ലൈനിങ് നമ്മൾ ബോഡി പാർട്ടിൻ്റെ കോട്ടൺ ലൈനിങ്ങിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിടുക. അപ്പം ബോഡി പാർട്ടും ഹൈഡായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഈ ഒരു ഫ്രോക്കിൻ്റെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക ഈ ഒരു രീതിക്കാണ് നമ്മൾ മൊത്തത്തിൽ ഉൾഭാഗം കിട്ടാനുണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്, കാരണം ഇനി നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇന്ന് തന്നെ കൊടുക്കാനുള്ളതല്ലേ, അതിൻ്റെ ഇടക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മൾ സിബെല്ലാം ഹൈഡാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അത് വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ആ ഡ്രസ്സ് കൊടുക്കലുണ്ടാവില്ല, ഇല്ലെങ്കിൽ കസ്റ്റമറിൽ നിന്ന് കിട്ടും. അപ്പം നമ്മൾ ഫൈനലി ഈ ഒരു റിസൾട്ടാണ് വന്നിട്ടുണ്ടായത്. ഫ്രോക്ക് ഈ ഒരു എന്താ പറയുക സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിക്ക് 2.5 മീറ്റർ മെയിൻ ക്ലോത്തും കോട്ടൺ ലൈനിങ് എല്ലാം ഓരോരോ മീറ്ററാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് വരണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പം നിങ്ങളൊരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടാകുന്ന അതിനനുസരിച്ചിട്ട് ഞാൻ നല്ല നല്ല ഫ്രോക്കിൻ്റെ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പം ഓക്കെ, അസ്സലാമു അലൈക്കും.